വേലുപ്പാടത്ത് കടുവയെ കണ്ടുവന്ന അഭ്യൂഹം ആശങ്കയ്ക്കിടയാക്കി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി. കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്ന് വനംവകുപ്പ്. വെറ്റിലപ്പാറയിലും മോതിരക്കണ്ണി പൂലാർമുഴിയിലും വരന്തരപ്പള്ളി കാരിക്കുളം കടവിലും കാട്ടാനകൾ ഇറങ്ങി. നിരവധി കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു. മലക്കപ്പാറ ആനക്കയത്ത് പിടിയാനയുടെ ജഡം കണ്ടെത്തി. കൊടകര ടൗണിലെ പൊതു ശൌചാലയങ്ങൾ പ്രവർത്തനക്ഷമമല്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നതായി പരാതി. മിനി മാർക്കറ്റിനകത്തെ പൊതു ശൌചാലയം അടച്ചിട്ടത് വെള്ളമില്ലാത്തതിനെ തുടർന്ന്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർ തടഞ്ഞു. ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. വേലുപ്പാടത്ത് കടുവയെ കണ്ടുവന്ന അഭ്യൂഹം പരന്നത് ആശങ്കയ്ക്കിടയാക്കി. വേലുപ്പാടം മുളഗവേഷണ കേന്ദ്രത്തിന്റെ പറമ്പിൽ നിന്ന് കടുവ റോഡിലേക്ക് ചാടി തൊട്ടടുത്ത കശുമാവിൻ തോട്ടത്തിലേക്ക് പോയത് ബൈക്ക് യാത്രക്കാരൻ കണ്ടുവെന്നാണ് പറയുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇതേ തുടർന്ന് പാലപ്പിള്ളി വനപാലകരുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് പരിശോധന നടത്തി. മുളഗവേഷണ കേന്ദ്രത്തിന്റെ പറമ്പിൽ നിന്ന് വ്യക്തമല്ലാത്ത കാൽപ്പാട് കണ്ടെത്തി. എന്നാൽ ഇവ കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വേലുപ്പാടത്തെ സ്കൂൾ, ആശുപത്രി, തീർത്ഥാടന കേന്ദ്രം എന്നിവയ്ക്ക് സമീപത്തായി 100 മീറ്റർ മാറിയാണ് റോഡിൽ കടുവയെ കണ്ടതായി പറയുന്നത്. വീട്ടിൽ നിന്ന് വേലുപ്പാടത്തേക്ക് പോകുന്ന വഴിയിലാണ് ഒരു വൈകിട്ട് ഏകദേശം ഒരു 6:30 സമയം. പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ഫ്രണ്ടിലൊരു ബൈക്ക് പാസ് ചെയ്ത് കടന്നുപോയി. അതിന്റെ പുറകിലായിട്ട് ചാടുകയാണ് ഉണ്ടായത്. അത് ഹൈറ്റിൽ വന്ന് ചാടി ഇവിടെ ചാടി അങ്ങനെ നേരെ കശുവപ്പിലേക്ക് ചാടി ഓടുകയാണ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് പെട്ടെന്ന് ആ സ്പീഡിലായിരുന്നു. അതുകൊണ്ട് വരെയാണ് നമുക്കത് പെട്ടെന്ന് കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കടുകാനാണ് സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയേറെ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് കടുവയിറങ്ങാൻ സാധ്യത കുറവാണെന്നാണ് വനപാലകരുടെ പ്രാഥമിക നിഗമനം. 5 അടിയോളം ഉയരമുള്ള മുളഗവേഷണ കേന്ദ്രത്തിന്റെ ഇരുമ്പുവേലി ചാടിക്കടന്ന് കടുവ പോയതെന്നാണ് പറയുന്നത്. കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്നും ആവശ്യമെങ്കിൽ ക്യാമറ സ്ഥാപിക്കുമെന്നും പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രതീഷ് പറഞ്ഞു. TCV പുതുക്കാട്. അതിരപ്പള്ളിയിൽ 2 ഇടങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി. വെറ്റിലപ്പാറ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വെറ്റിലപ്പാറ സ്വദേശികളായ മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ തെങ്ങും വാഴയും കവുങ്ങും ഉൾപ്പെടെയുള്ള വിളകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കാട്ടാനകളെ തുരത്തുവാനുള്ള ശ്രമത്തിനിടെ ആനകൾ കർഷകർക്ക് നേരെ തിരിഞ്ഞു. കർഷകർ ഓടി മാറിയതിനാൽ അപകടമൊഴിവായി. സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിൽ കാട്ടാനകൾ നിലയുറപ്പിച്ചു. ആനകളെ തുരത്താൻ ശ്രമിച്ച പ്ലാന്റേഷൻ ജീവനക്കാർക്ക് നേരെ കാട്ടാനകൾ പാഞ്ഞെടുത്തു. അതിനിടെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ട് പരിസരത്തും കാട്ടാനയെത്തി. കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയാണ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എത്തിയത്. പറമ്പിൽ നിലയുറപ്പിച്ച ആന തെങ്ങിൽ നിന്ന് പട്ടയും കരിക്കും പറിച്ച് ഭക്ഷിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ ഒച്ചവെച്ചാണ് ആനയെ തുരത്തിയത്. മോതിരക്കണ്ണി പൂലാർമുഴിയിൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലിറങ്ങി വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. പീലാർമുഴി ചേരവളപ്പിൽ ബെന്നി താമസിക്കുന്ന ഷെഡിനടുത്ത് എത്തിയ ആനകൾ 2 മണിക്കൂറോളം പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞു. 6 റബ്ബർ മരങ്ങളും കവുങ്ങുകളും മറച്ചിട്ടു. പുതിയ വീട് നിർമ്മാണം നടക്കുന്നതിനാൽ ബെന്നിയും കുടുംബവും ഷെഡിലാണ് താമസം. സമീപത്തെ കല്ലുമട സുരേഷിന്റെ പറമ്പിലെ 10ഓളം റബ്ബർ മരങ്ങളും കവുങ്ങുകളും ഒടിച്ചിട്ടു. ജനതാദൾ നേതാവ് യുജീൻ മൊറേലിയുടെ പറമ്പിലെ 20 റബ്ബർ മരങ്ങളും 15ഓളം കവുങ്ങുകളും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട്. മറ്റു പറമ്പുകളിലും ആനകൾ നാശം വിതച്ചു. 4 ആനകളാണ് ചൊവ്വാഴ്ച ഇറങ്ങിയത്. കർഷകരും വിവരമറിഞ്ഞെത്തിയ വനപാലകരും ആവുന്നത്ര പരിശ്രമിച്ചിട്ടും ആനകൾ തിരികെ പോയില്ല. ഏതാനും ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയാന കൂട്ടത്തിലുള്ളതാണ് ഇവ തിരികെ പോകാൻ മടിക്കുന്നതെന്ന് വനപാലകർ പറഞ്ഞു. മലക്കപ്പാറ ആനക്കയത്ത് പിടിയാനയുടെ ജഡം കണ്ടെത്തി. ഏകദേശം 30 വയസ്സുള്ള ആനയുടെ 3 ആഴ്ച പഴക്കമുള്ള ജഡമാണ് കണ്ടത്. ആനക്കയം റേഞ്ചിൽപ്പെട്ട ഷോളയാർ വനമേഖലയിൽ അടവരത്തോട്ടിൽ അഴുകിയ നിലയിലായിരുന്നു ജഡം. കടുവയുടെ ആക്രമണമായിരിക്കാൻ മരണത്തിന് കാരണമെന്ന് കരുതുന്നു. ഫോറസ്റ്റ് സർജൻ സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയ ജഡം ഉൾക്കാട്ടിൽ സംസ്കരിച്ചു. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കല്ലേലി സജീവന്റെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. വാഴകളും കവുങ്ങുകളും നശിപ്പിച്ച ആനക്കൂട്ടം പുലർച്ചെയാണ് തിരിച്ചുപോയത്. പ്രദേശത്ത് മാസങ്ങളായി ആനശല്യം രൂക്ഷമാണ്. പുഴ കടന്നെത്തുന്ന ആനകൾ ജനവാസ മേഖലയിലെ പറമ്പുകളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. ആനക്കൂട്ടം പറമ്പുകളിൽ എത്തുന്നത് വീട്ടുകാർ അറിയുന്നുണ്ടെങ്കിലും ആക്രമണ ഭീതിയിൽ ആരും പുറത്തിറങ്ങാറില്ല. പുഴയുടെ സമീപത്തുള്ള പറമ്പുകളിൽ കൃഷി നശിച്ചതോടെ കർഷകർ ദുരിതത്തിലാണ്. ആനശല്യം രൂക്ഷമായിട്ടും കർഷകർക്കുണ്ടായ നഷ്ടം നികത്തുവാനോ കാട്ടാനകളെ കാട് കയറ്റുവാനോ വനപാലകർ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കൊടകര ടൗണിലെ പൊതു ശൌചാലയങ്ങൾ പ്രവർത്തനക്ഷമമല്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നതായി പരാതി. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ ടോയ്ലറ്റുകളും
മിനി മാർക്കറ്റ്, ഗാന്ധിനഗർ എന്നിവിടങ്ങളിലുള്ള പൊതു ശൗചാലയങ്ങളും നോക്കുകുത്തികളായി മാറിയെന്നാണ് ആക്ഷേപമുയരുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ലാത്തതിനാൽ ദുരിതമനുഭവിക്കുകയാണെന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ളവർ പരാതിപ്പെട്ടു. മിനി മാർക്കറ്റിനകത്തെ പൊതു ശൗചാലയം വെള്ളമില്ലാത്തതിനെ തുടർന്നാണ് അടച്ചിട്ടത്. വാട്ടർ ചാർജ് കുടിശ്ശിക വന്നതോടെ ഇവിടേക്കുള്ള കണക്ഷൻ വാട്ടർ അതോറിറ്റി വിച്ഛേദിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് പറയുന്നു. 4 സ്ത്രീകളുണ്ട് ഈ മാർക്കറ്റിന്റെ ഉള്ളില്. ഇവര് എവിടേക്കാ പോകണ്ടേന്ന് ഒരു തീരുമാനം ഇല്ലാണ്ട നിൽക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും എല്ലാവരും വിളിച്ചറിയിച്ചപ്പോൾ 7 ലക്ഷം രൂപയോളം അവര് അടച്ചിട്ടില്ല എന്നാണ് പൈപ്പിന്റെ ആൾക്കാർ പറയണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഇവിടെ 7 ലക്ഷം രൂപ അടയ്ക്കേണ്ടെന്നാണ് പറയണത്. അത് പക്ഷേ ഇതിന് മീറ്റർ ഒന്നുമില്ല. അതെങ്ങനെയാണ് ഈ 7 ലക്ഷം രൂപ അടയ്ക്കാമെന്ന് ഞങ്ങൾക്കറിയില്ല. ജലവിതരണം പുനഃസ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് പൊതുശുചിമുറി തുറന്നു നൽകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV കൊടകര. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് സൌകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നതിനിടയിലാണ് തർക്കസ്ഥലത്ത് റോഡ് പണിയാൻ കരാറുകാരൻ ശ്രമിച്ചത്. നിർമ്മാണം ആരംഭിക്കുവാനുള്ള ശ്രമം നഗരസഭാ കൌൺസിലർ പരമേശ്വരൻകുട്ടി, കർമ്മസമിതി ചെയർമാൻ പവിത്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടയുകയായിരുന്നു. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഇതിനിടെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഇരുകൂട്ടരും പിന്മാറാൻ തയ്യാറായില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ പ്രതിഷേധം ശക്തമായി. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ കരാർ കമ്പനിക്കാർ പിന്മാറിയതോടെ പ്രശ്നം താൽക്കാലികമായി അവസാനിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, DCC ജനറൽ സെക്രട്ടറി TM നാസർ, CPI നേതാവ് TM നാസർ, CPM ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് പടിയത്ത്, നഗരസഭാ കൌൺസിലർമാരായ CS സുമേഷ്, ധന്യ ഷൈൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ 2 പേരെ ഇരിങ്ങാലക്കുട എക്സൈസ് അറസ്റ്റ് ചെയ്തു. തെക്കുംകര താണിയത്തുകുന്ന് സ്വദേശി കളത്തിപ്പറമ്പിൽ വീട്ടിൽ ഷിനോജ് കുമാർ, താണിയത്തുകുന്ന് കുമാരൻ എന്നിവരെയാണ് റേഞ്ച് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കുമാരനിൽ നിന്ന് 4.5 ലിറ്ററും ഷിനോജ് കുമാറിൽ നിന്ന് 8.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും എക്സൈസ് പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ DS ശാലിനി, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ VV ബിന്ദുരാജ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ EP ദിബൂസ്, PM ബാബു, എക്സൈസ് ഡ്രൈവർ KK സുധീർ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. എരുമപ്പെട്ടി ചിറ്റണ്ട ചെറുതാണി പാടശേഖരത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 3 ഏക്കറോളം വരുന്ന നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. ചിറ്റണ്ട തൃക്കണപതിയാരം കടവാങ്കുളം വിനോദ് പാട്ടത്തിനടുത്ത് ചെയ്യുന്ന കൃഷിയാണ് കാട്ടുപന്നി നശിപ്പിച്ചത്. വെള്ളക്ഷാമവും പുഴുക്കേടും പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിലാണ് കാട്ടുപന്നികളുടെ ആക്രമണം. മരുന്നടിച്ച് കേടുകളിൽ നിന്ന് നെൽച്ചെടി സംരക്ഷിച്ച് വിളവിന് പാകമായപ്പോഴാണ് പന്നികൾ പാടത്തിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. കാട്ടുപന്നി ശല്യം തടയാൻ വനം വകുപ്പ് തയ്യാറാകണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന് കയ്പമംഗലത്ത് തുടക്കമായി. സംഘാടക സമിതി ചെയർമാൻ PM അഹമ്മദ് പതാക ഉയർത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. TV സുരേഷ് ബാബു, PA രാമദാസ്, TG നിഖിൽ, അലോക് T മോഹൻ, ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV അബ്ദുൽ ഖാദർ, മുരളി പെരുന്നെല്ലി MLA, PK ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് PK ജ്യോതിപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. 11 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 180 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും. 24-ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായി പാർട്ടി ആലോചിച്ചിട്ടുള്ളത് നിർമ്മാണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും കുന്നുംകുളം വടക്കാഞ്ചേരി റോഡ് പല ഭാഗങ്ങളിലും തകർന്നു തുടങ്ങി. BMBC നിലവാരത്തിൽ പണിത റോഡ് പല ഭാഗങ്ങളിലും വിണ്ടുപൊട്ടി കുഴികൾ രൂപപ്പെട്ട അവസ്ഥയിലാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കുണ്ടന്നൂർ ചുങ്കം സെന്ററിന് സമീപം റോഡിടിഞ്ഞ് ചാലുപോലെ താഴ്ന്ന് അപകടാവസ്ഥയിലായിരിക്കുകയാണ്. റോഡിന്റെ ഒരു വശമാണ് താഴ്ന്ന് കുഴിയായിട്ടുള്ളത്. ഇത് ഇരുചക്ര വാഹന യാത്രക്കാർക്കുൾപ്പെടെ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. എരുമപ്പെട്ടി കരിയന്നൂരിലും റോഡ് വിണ്ടുപൊട്ടി നിർമ്മാണത്തിലെ അപാകതയാണ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് പുതുമ മാറുമ്പോഴേക്കും തകർന്ന അപകടഖണിയായി മാറിയതെന്നും ആരോപണമുയരുന്നുണ്ട്. കുന്നുകുളം സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കോട്ടപ്പടി സ്വദേശി ജയദേവ്, കല്ലുമുറം സ്വദേശി മനു മോഹൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും കുന്നുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് കുടിയിറക്കൽ നടപടി നേരിട്ട നിർധന കുടുംബങ്ങൾക്ക് സംരക്ഷണമൊരുക്കി കോൺഗ്രസ്. കടങ്ങോട് പഞ്ചായത്തിലെ CPM ഭരിക്കുന്ന വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുടിശ്ശിക വന്ന നിർധന കുടുംബങ്ങളും രോഗപീഡിതരുമായ നിരവധി കുടുംബങ്ങൾ ജപ്തി നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് DCC ജനറൽ സെക്രട്ടറി VK രഘുസ്വാമിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടത്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അവധി വാങ്ങുകയും ഉദാരമതികളിൽ നിന്ന് പണം സമാഹരിച്ച് കുടിശ്ശികകളിലേക്ക് ആദ്യഗഡുവായി പണമടച്ച് കുടിയിറക്കൽ നടപടികൾ നിർത്തിവെപ്പിക്കുകയും ചെയ്തു. കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, UDF ചെയർമാൻ സജീവ് ചാത്തനാത്ത് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകി. മാലിന്യ നിർമ്മാർജ്ജനം മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന വടക്കാഞ്ചേരി നഗരസഭയിലെത്തുന്നവർക്ക് വേറിട്ട അനുഭവമായി പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നുള്ള കൗതുക വസ്തുക്കൾ. പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് തയ്യാറാക്കിയ ഓട്ടോറിക്ഷയും തലയുയർത്തി നിൽക്കുന്ന കുട്ടിക്കൊമ്പനും മയിലും മാനും പൂച്ചയും ജിറാഫുമെല്ലാം നഗരസഭാംഗണത്തിലെത്തുന്നവർക്ക് കൗതുകമായി. പ്ലാസ്റ്റിക് എത്ര കിട്ടിയാലും മനോഹരമായ ക്രാഫ്റ്റുകളാക്കി മാറ്റുന്ന ചേലക്കര സ്വദേശി 22-കാരനായ ഷിബുവാണ് ഈ പ്ലാസ്റ്റിക് ശില്പങ്ങൾ നഗരസഭാ സെക്രട്ടറി മനോജിന് കൈമാറിയത്. സ്പ്രേ പെയിന്റിംഗ് തൊഴിലാളിയായ ഷിബു ഒഴിവു സമയങ്ങളിലാണ് ഇവ നിർമ്മിക്കുന്നത്. സ്വച്ഛ് സർവേഷൻ 2024 ഭാഗമായുള്ള പ്രദർശനം ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. ഉപയോഗശൂന്യമായ വസ്തുക്കളെ മനോഹരവും വ്യത്യസ്തവുമാക്കി മാറ്റുക എന്ന അവബോധം ജനങ്ങളിൽ ഉളവാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് പ്രദർശനം. TCV വടക്കാഞ്ചേരി. CPM ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ വർഗീയ അജണ്ടകൾ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാരാണെന്ന് MM വർഗീസ് പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR വിജയ അധ്യക്ഷയായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഷാജൻ, KK രാമചന്ദ്രൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം മന്ത്രി ഡോക്ടർ R ബിന്ദു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മഹിളാ കോൺഗ്രസ് അളഗപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റീന ഫ്രാൻസിസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജയശ്രീ സോമൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലൈസ ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷ്ണൻകുട്ടിയും കൂട്ടരുമെല്ലാം KSEBയെ കട്ടും ഇനി ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ നമ്മൾ നീങ്ങേണ്ടതായിട്ട് വരുന്ന ഒരു ആപത്ത്. പിണറായി വിജയ മൂരാച്ചി. കുന്നപ്പള്ളി മുഖിനിച്ചിറയിൽ കൊരട്ടി പോലീസും ചാലക്കുടി എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 50 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന് വ്യാജമദ്യം നിർമ്മിച്ച് നാട്ടിൽ വിതരണം ചെയ്യുന്ന സംഘമാണ് ഇതിന്റെ പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ആരെയും പിടികൂടാനായിട്ടില്ല. കൊരട്ടി CI അമൃതരംഗൻ, SI ഷിബു, സീനിയർ CPO അഭിലാഷ്, CPO അഖിലേഷ്, VR രഞ്ജിത്ത്, ഹോംഗാർഡ് ജോയ്, ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹാരിഷ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജെയ്സൺ ജോസ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റായി 12ാം വാർഡ് മെമ്പറും മുൻ വൈസ് പ്രസിഡന്റുമായ ശ്രീകല കുഞ്ഞുണ്ണിയെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ധാരണപ്രകാരം പ്രസിഡന്റായിരുന്ന VK രഘുനാഥൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെയുള്ള 13 അംഗങ്ങളിൽ 12 അംഗങ്ങളാണ് തെരഞ്ഞെടുപ്പിനെത്തിയത്. UDF അംഗം ലില്ലി ജോസ് ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ എത്തിച്ചേർന്നില്ല. UDF സ്ഥാനാർത്ഥി ശ്രീകല കുഞ്ഞുണ്ണിക്ക് 7 വോട്ടും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച KR സൈമണിന് 5 വോട്ടും ലഭിച്ചു. വിജയിയായ ശ്രീകല കുഞ്ഞുണ്ണിക്ക് വരണാധികാരി BB റബീന സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. മുൻ ഗുരുവായൂർ ദേവസ്വം മെമ്പർ K കുഞ്ഞുണ്ണിയുടെ ഭാര്യയാണ് മുൻ MLA TV ചന്ദ്രമോഹൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് കലാമണ്ഡലം റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തി. കലാമണ്ഡലം റിട്ടയർഡ് പ്രിൻസിപ്പൽ M ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി കലാമണ്ഡലം S ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം PV ഈശ്വരൻ ഉണ്ണി, കലാമണ്ഡലം M കൃഷ്ണകുമാർ, കലാമണ്ഡലം PN ഗിരിജ എന്നിവർ സംസാരിച്ചു.
ക്രിസ്തുമസ് നവവത്സരത്തെ വരവേൽക്കുവാനായി വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായ സമൂഹവും സെന്റ് ഫ്രാൻസിസ് ഇടവകയും നേതൃത്വം നൽകുന്ന നതാലെ ഫെസ്റ്റ് 24 നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് ഊട്ടുപാറ സെന്ററിൽ നിന്നും കരോൾ ഘോഷയാത്ര ആരംഭിക്കും. കെ രാധാകൃഷ്ണൻ MP, MLA സേവ്യർ ചിറ്റിലപ്പള്ളി, നഗരസഭാ അധ്യക്ഷൻ PN സുരേന്ദ്രൻ, വ്യാപാരി വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകും. ഫെസ്റ്റ് ചെയർമാൻ ഫാദർ വർഗീസ് തരകൻ, കൺവീനർമാരായ EK കുമാരൻ, അജിത കുമാർ മല്ലയ്യ, കോർഡിനേറ്റർ പ്രകാശ് ചിറ്റിലപ്പള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാലിക്കറ്റ് സർവകലാശാല കായിക മത്സരത്തിൽ ഹാമർ ത്രോയിൽ സ്വർണവും ഡിസ്കസ് ത്രോയിൽ വെള്ളിയും നേടിയ അതുല്യയെ സർഗ സംസ്കൃതി പ്രവർത്തകർ അനുമോദിച്ചു. സർഗ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ്, വൈസ് ചെയർമാൻ ആന്റോ തൊറയൻ എന്നിവർ ചേർന്ന് അനുമോദിച്ചു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ വിൻസെന്റ് പള്ളിക്കുന്നത്ത്, പൊതുപ്രവർത്തകൻ പോൾ ചിറ്റിലപ്പള്ളി, നജീബ് PM, സജിത് ചെമാപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. കടലാമകളെക്കുറിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററി എൻവയൺമെന്റൽ ഡോക്യുമെന്ററി ഫെസ്റ്റിലേക്ക് തെരഞ്ഞെടുത്തു. The ocean is a storehouse of biodiversity. വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റെഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന് വേണ്ടി ശശികുമാർ അമ്പലത്തറ നിർമ്മിച്ച ഡോക്യുമെന്ററി പ്രസിദ്ധമായ എൻവയോൺമെന്റൽ ഡോക്യുമെന്ററി ഫെസ്റ്റിലേക്ക് തിരഞ്ഞെടുത്തു. ചാവക്കാട്, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിലെ തീരങ്ങളിലാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ജനിച്ചു വീണ അതേ തീരമായിരിക്കും പെണ്ണാമകൾ മുട്ടയിടാനായി വർഷങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുക്കുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്റർ കടലാമകൾ ഇതിനായി യാത്ര ചെയ്യാറുണ്ട്. മുട്ട വിരിഞ്ഞ് കടലിലേക്കിറങ്ങിയ ആൺകടലാമകൾ പിന്നെ ഒരിക്കലും കരയിലേക്ക് തിരിച്ചു വരാറില്ല. കടലാമകളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി തയ്യാറാക്കിയത് 2 വർഷമെടുത്താണ്. ജൈവ വൈവിധ്യത്തെ മുറുകെ പിടിക്കുന്ന കാഴ്ചകളാണ് ഒരൽപ്പം കരതരു കടലാമകൾക്കൊരു സ്നേഹതീരം എന്ന ഡോക്യുമെന്ററി പറയുന്നത്. വിജേഷ് നാഥ്, മധു കാവിൽ എന്നിവർ ചേർന്നാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫോർ ചിൽഡ്രൻസ് ആൻഡ് യൂത്ത്, പൂനെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി 10ഓളം ചലച്ചിത്ര മേളകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു. TCV ന്യൂസ്, കുന്നംകുളം. ഫിഷ് ഇരിങ്ങാലക്കുടയുടെ ഭാഗമായി കാട്ടൂർ മേഖല മത്സ്യത്തൊഴിലാളി സംഗമവും ബോധവൽക്കരണ ക്ലാസും നടന്നു. മത്സ്യഫെഡ് ഡയറക്ടർ ഷീല രാജ്കമൽ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ AS ഹൈദ്രൂസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ധനസഹായ വിതരണവും നടന്നു. MM ജിബിന, VV സുജിത്, അനിൽ മംഗലത്ത്, സിന്ധു ബാഹുലയൻ തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി മേഖല സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ സംഘാടക പങ്കാളികളായ കൊടുങ്ങല്ലൂർ മുസ്രീസ് ബോട്ട് ക്ലബ്ബ് VK രാജൻ മെമ്മോറിയൽ ട്രോഫിക്കും KD കുഞ്ഞപ്പൻ മെമ്മോറിയൽ ട്രോഫിക്കും വേണ്ടി സംഘടിപ്പിക്കുന്ന 4ാമത് ജലോത്സവം 22-ാം തീയതി നടക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചയ്ക്ക് 1:30 കോട്ടപ്പുറം കായലിൽ നടക്കുന്ന വള്ളംകളിയിൽ A, B ഗ്രേഡുകളിലായി 18 ഇരട്ടുകുത്തി വള്ളങ്ങൾ പങ്കെടുക്കും. 22-ന് രാവിലെ 11-ന് ക്ലബ്ബ് പ്രസിഡന്റ് OC ജോസഫ് പതാക ഉയർത്തും. ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിക്കും. ബെന്നി ബെഹനാൻ MP ഫ്ളാഗ് ഓഫ് ചെയ്യും. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുസ്രീസ് ബോട്ട് ക്ലബ്ബ് പ്രസിഡന്റ് OC ജോസഫ്, സെക്രട്ടറി PP രഘുനാഥൻ, ട്രഷറർ CV ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി KS വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചായപ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വിളംബര ഘോഷയാത്രയ്ക്ക് ശേഷം വിദ്യാലയ അങ്കണത്തിൽ ചേരുന്ന പൊതുയോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. PTA പ്രസിഡന്റ് റിൻസൻ മണവാളൻ, ജനറൽ കൺവീനർ TS രഞ്ജിനി, ഹെഡ്മിസ്റ്റർ ശ്രീജ ആന്റണി, MPTA പ്രസിഡന്റ് രജനി സനോജ്, PTA വൈസ് പ്രസിഡന്റ് എൽദോ പൌലോസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 40ാം ജില്ലാ സമ്മേളനം വെള്ളി, ശനി ദിവസങ്ങളിൽ ചാലക്കുടിയിൽ നടക്കും. 20-ന് ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തും. 21-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ, ജോർജ് D മാളിയേക്കൽ, ഡോക്ടർ ജോസ് കുര്യൻ, ലൂയിസ് മേലേപ്പുറം, V രാമദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ചിറ്റിശ്ശേരി അയ്യൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ലക്ഷദീപം സമർപ്പണം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശ്രീകോവിൽ പുനർനിർമ്മാണത്തിന് മുന്നോടിയായാണ് ലക്ഷദീപം സമർപ്പണം നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി എളങ്ങല്ലൂർ കൃഷ്ണദാസ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ദീപം സമർപ്പണത്തിന് ശേഷം ശാസ്താംപട്ട് നടക്കും. 50 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ശ്രീകോവിൽ നവീകരണം ജനുവരിയിൽ ആരംഭിക്കും. ക്ഷേത്രം ഭാരവാഹികളായ മിഥുൻ പൂക്കോടൻ, അഖിൽ വടാക്കര, രശ്മി സുധീർ, ശ്രീദേവി സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹിമാചൽ പ്രദേശിലെ ഛായിൽ പഞ്ചായത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മുല്ലശ്ശേരി പഞ്ചായത്ത് സന്ദർശിച്ചു. ജനകീയാസൂത്രണ പദ്ധതികളെക്കുറിച്ച്, കുടുംബശ്രീ പ്രവർത്തനങ്ങളെക്കുറിച്ചും നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായാണ് സംഘം എത്തിയത്. ഛായിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ശർമ്മ, വൈസ് പ്രസിഡന്റ് പങ്കജ് ഠാക്കൂർ, മെമ്പർമാരായ അരുൺ വർമ്മ, പി കുശാല, സെക്രട്ടറി രാജേഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘം കില ഫാക്കൽറ്റി കെ ബാബുരാജിന്റെ നേതൃത്വത്തിലാണ് എത്തിയത്. മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ജീവനക്കാരും ചേർന്ന് അതിഥികളെ സ്നേഹോപഹാരം നൽകി വരവേറ്റു. കോടാലി കൊരേച്ചൽ ശ്രീദുർഗ കിരാത പാർവതി ക്ഷേത്രത്തിൽ ജനുവരി 10 ആഘോഷിക്കുന്ന തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി കോടാലി ദേശം ആൽത്തറ സെറ്റ് ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. കുമാർ മാട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് പി എസ് നിധിൻ അധ്യക്ഷത വഹിച്ചു. ജനുവരി 17 1 ലക്ഷം തൊഴിലാളികളെ അണിനിരത്തി നടക്കുന്ന തൊഴിലാളി പ്രക്ഷോഭ ജാഥയുടെ പ്രചരണാർത്ഥം നടത്തുന്ന AITUC പ്രക്ഷോഭ ജാഥയ്ക്ക് പെരിങ്ങോട്ടുകര സെന്ററിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ CR മുരളീധരൻ അധ്യക്ഷനായി. VS സുനിൽകുമാർ, AK അനിൽകുമാർ, പ്രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്നു പറഞ്ഞ അങ്ങ് വിഴുങ്ങിക്കൊണ്ട് ഈ ജാഥ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ തൊഴിലും കൂലിയും. ഹൃദയത്തിലെ അണുബാധയെ തുടർന്ന് ചികിത്സയിലുള്ള യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. പറപ്പൂർ സ്വദേശി പാണേങ്ങാടൻ വിൽസൺ മകൻ സാവിയോ ആണ് തുടർ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നത്. ഗൾഫിൽ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സാവിയോ ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. പിന്നീട് നടന്ന പരിശോധനയിലാണ് ഹൃദയത്തിൽ അണുബാധ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വാൽവ് 2 തവണ മാറ്റിവെച്ചു. അതിസങ്കീർണമായ 2 ശസ്ത്രക്രിയകൾ കഴിഞ്ഞുവെങ്കിലും അണുബാധ കൂടി. വിദഗ്ധ പരിശോധന നടത്തിയെങ്കിലും അണുബാധയുടെ കാരണം കണ്ടെത്താനായില്ല. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുന്ന സാവിയോയുടെ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക ചിലവുകൾ ഇവരുടെ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറത്താണ്. സാവിയോയുടെ മടങ്ങിവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഭാര്യയും 3 വയസ്സുള്ള മകളും അടങ്ങുന്ന കുടുംബം. TCV ന്യൂസ്, തൃശൂർ. പരസ്യമേഖലാ തൊഴിലാളികൾ വെള്ളിയാഴ്ച കുന്നുകുളം നഗരസഭ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരസ്യമേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ പട്ടിണിക്കിടുന്ന കോടതി വിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശത്രുതാപരമായ നടപടികളിലും പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് KK ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ യൂണിയൻ നേതാക്കളായ KV സോമരാജ്, ഷാജി നവരംഗ്, CK സുനിൽ, രാജൻ ചുവന്നൂർ എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് വടക്കേത്തുറവ് സ്വാമിയാർകുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ആഘോഷിച്ചു. വിവിധ ദേശക്കാരുടെ നേതൃത്വത്തിൽ ക്ഷേത്ര സന്നിധിയിൽ നടന്ന കാവടിയാട്ടം വർണ്ണാഭമായി. ദീപാരാധനയ്ക്ക് ശേഷം വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7135 രൂപ, പവന് 57,080 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3224 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. വീലുപാടത്ത് കടുവയെ കണ്ടുവന്ന അഭ്യൂഹം ആശങ്കയ്ക്കിടയാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി. കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്ന് വനം വകുപ്പ്.
വെറ്റിലപ്പാറയിലും മോതിരക്കണ്ണി പൂലാർമുടിയിലും വരന്തരപ്പള്ളി കാരിക്കുളം കടവിലും കാട്ടാനകൾ ഇറങ്ങി നിരവധി കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു. മലക്കപ്പാറ ആനക്കയത്ത് പിടിയാനയുടെ ജഡം കണ്ടെത്തി. കൊടകര ടൗണിലെ പൊതു ശൌചാലയങ്ങൾ പ്രവർത്തനക്ഷമമല്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നതായി പരാതി. മിനി മാർക്കറ്റിനകത്തെ പൊതു ശൌചാലയം അടച്ചിട്ടത് വെള്ളമില്ലാത്തതിനെ തുടർന്ന്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർ തടഞ്ഞു. ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.